വരവ് കണ്ടു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് കേട്ടിട്ടില്ലേ, അത് വിട്. പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ തന്നാലോ, അതാണ് വരവ്. ഓൾറെഡി റിയൽ ലൈഫിൽ നമ്മൾ കറണ്ട് കട്ടും രാത്രി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും ഒക്കെ 90s വസന്തകാല തിരിച്ചുപോക്ക് ആഘോഷിക്കുന്ന ഈ ഒരു അസുലഭ വേളയിൽ റിയൽ ലൈഫിലും അക്കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരം ഒരുക്കിയിരിക്കുകയാണ് ഷാജി കൈലാസ്, AK സാജൻ, ജോജു ജോർജ് ടീം. പഴഞ്ചൻ ക്രിഞ്ച് രംഗങ്ങളുടെ തിരിച്ചുവരവ്. ഇന്നത്തെ കാലത്ത് TV സീരിയലുകാർ പോലും എഴുതാത്ത വിധത്തിലുള്ള ടൈപ്പ് ഡയലോഗുകളും സ്റ്റേജിങ്ങും 2000ങ്ങളിലെ ചില ആൽബം സോങ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളർ ടോൺ, കുളത്തിലെ താമരയൊക്കെ ഇളകുന്ന ഗ്രാഫിക്സ് ഒക്കെ കാണുകയാണെങ്കിൽ സ്പിൽബർഗ് പോലും നാണിച്ച് കരിയർ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന തരം VFX. നായകന്റെ അനിയൻ എന്താ സംഭവിച്ചതെന്ന് അവസാനം വരെ പോലും നമുക്ക് ഒട്ടും ഊഹിക്കാൻ സാധിക്കാത്ത വിധം ഫ്രഷ് ആയിട്ടുള്ള സസ്പെൻസ്. അങ്ങനെ ഷാജി കൈലാസിന്റെ പ്രതാപകാലങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചത് കാണാൻ പോവുകയാണെങ്കിൽ തിയേറ്ററിലേക്ക് ഇനി വരവേ ഉണ്ടാകില്ലെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ പോലും അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ജോജു ജോർജിന്റെ കിൻഡൽ അടി സീൻസ് അത്യാവശ്യം കൊള്ളാമായിരുന്നു, വേറെ എടുത്തു പറയാനൊന്നുമില്ല. ക്ലീഷേ വില്ലനായിട്ട് മുരളി ഗോപി, മാർക്കോയുടെ ഹാങ് ഓവർ മാറാത്ത ടൈപ്പ് കാസ്റ്റ് റോളിൽ അഭിമന്യു എസ് തിലകൻ. വാണി വിശ്വനാഥിനെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയെങ്കിലും വാ തുറന്നപ്പോൾ അത് പോയി കിട്ടി. ഓവർ എക്സ്പ്രഷൻ ഇട്ട സുകന്യയ്ക്ക് ദേവിയുടെ ഡബ്ബിംഗ് കൂടിയായപ്പോൾ സീരിയൽ ഭാവം പൂർത്തിയായി. സ്ഥിരം ക്യാമറ ഇളക്കി തലവേദന എടുപ്പിക്കൽ പരിപാടി ഇതിലില്ല. പകരം സാംസിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ചെവിയും തലയും കേൾപ്പിക്കുകയുമില്ല. മൊത്തത്തിൽ പടത്തിന്റെ പേര് വരവെന്നാണെങ്കിലും ഈ 2026 ജൂലൈ മാസത്തിൽ ഒരു മൾട്ടിപ്ലക്സിൽ കയറിയിരുന്നിട്ട് ടൈം ട്രാവൽ ചെയ്ത് 10-30 കൊല്ലം മുമ്പിലേക്കുള്ള ഒരു പോക്ക് പോയതുപോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു ഈ പടം സമ്മാനിച്ചത്.